കാണം വിറ്റ് ഓണം. കാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുടുംബ സ്വത്തെന്ന. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം കുടുംബ സ്വത്തെന്ന. അപ്പോ കുടുംബ സ്വത്ത് വിറ്റും നിങ്ങൾ ഓണം ആഘോഷിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയല്ലോ. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിമാരൊക്കെ പറയും, എന്ത് വിറ്റിട്ടായാലും എന്ത് കടം വാങ്ങിയിട്ടായാലും നമുക്ക് ഓണം ആഘോഷിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നങ്ങളുടെ ഉത്സവം, ഓർമ്മകളുടെയും കൂടി ഉത്സവമാണ് ഈ ഓണം. അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു സ്വപ്നം, ഇനി വരുന്ന ഓണങ്ങളിൽ ആരും നമ്മുടെ സർക്കാരിന് കടമില്ലാതെ നല്ല സുഭിക്ഷമായിട്ട് നമുക്കൊരു ഓണം ആഘോഷിക്കുവാൻ കഴിയണം. നമ്മുടെ നാടും കടത്തിൽ നിന്ന് മുക്തമാകണം. അങ്ങനെയുള്ള ഒരു കാലം വരണമെന്ന് നമുക്ക് സ്വപ്നം കാണാം. ഇവിടെ കൂടിയ എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇവിടെ നമുക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ശ്രീമതി ശ്രീലേഖ IPS അവർകളാണ്. അദ്ദേഹം നമ്മുടെ ശ്രീലേഖ മാഡം ബാക്കി കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പോ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടി പട്ടം മണ്ഡലത്തിന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ യോഗം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ശ്രീ പ്രേമേന്ദ്രൻ നായരാണ് വന്ദേമാതരം ആലപിക്കുന്നത്. അറിയാവുന്നവർ ഏറ്റുപാടാം, അല്ലെങ്കിൽ അദ്ദേഹം മാത്രം പാടും. വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഉല്ലസുസുമിത ബ്രഹ്മകലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ വന്ദേ മാതരം. കോടി കോടി കണ്ട കോടി കോടി ഭൂചൈത്യകരവാലേ അബലാകേ നാമേതുബലേ ബഹുബലധരണി നമാമി ധരണി ത്രിഭുവനവാരിണി മാതരം. വന്ദേ മാതരം വന്ദേ മാതരം. തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദയ തുമി മമ്മ തുമി ശരീരേ ബാഹുദാമി ഹൃദയേ മന്ദിരേ മന്ദിരേ മാതരം വന്ദേ മാതരം. തുഞ്ചി ദുർഗ കമല കമലദള വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി. അതുലാം സകലാം സുഫലാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ശ്യാമലാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. അതിനുവേണ്ടി നമ്മുടെ AAGയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിവദാസൻ ക്ഷണിച്ചു.
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓണം സമയമായി. നാളെ കൂടെ കഴിഞ്ഞാൽ തിരുവോണമാണ്. നമ്മൾ എല്ലാവരും മാവേലിയെ സ്വാഗതം ചെയ്യുന്ന സുദിനമാണ്. ആ മഹത്തായ ആഘോഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാം. അതിനുവേണ്ടി ഇതിന് മുന്നോടിയായിട്ട് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ഓണക്കിറ്റ് വിതരണത്തിന് BJP കേശവദാസപുരം ഏരിയ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനെത്തിയവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ സൂര്യദേവൻ തമ്പി കേശവദാസൻ ഒരു ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ബൂത്ത് കമ്മിറ്റികളുടെ സംഘാടകനും നിരന്തരമായി നമുക്ക് വേണ്ട പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് സദയം ഇവിടെ എത്തിച്ചേർന്ന മഹൽ വ്യക്തി ശ്രീമതി ശ്രീലത മഠത്തിനെയും ഞാൻ ഹൃദയപരിസരം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ആശംസ പ്രസംഗം നടന്ന ശ്രീ കിണൂർ സനൽ സാറ് പട്ടം മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, ഓണത്തെ പറ്റിയുള്ള പ്രഭാഷണം നമ്മളെല്ലാം ശ്രമിച്ചു. അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. ആശംസാ പ്രസംഗം നടത്തുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മഹാദേവൻ, ശ്രീ പട്ടം മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ശ്രീലേഖ മഠം തന്നെയാണ്. കൃതജ്ഞത പറയുന്ന ശ്രീ സുനിൽകുമാർ കേശവദാസപുരം ഏരിയ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. മുഖ്യ അതിഥി മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ കിറ്റ് കൊടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള ശ്രീമതി ശ്രീലേഖ മേഡം. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്. കേരളം സ്റ്റേറ്റ് BJPയുടെ വൈസ് പ്രസിഡൻ്റാണ്. നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന് നമ്മളെയൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. പട്ടം മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കിളവൂർ സനൽ, മറ്റേ വേദിയിലിരിക്കുന്ന സമ്പന്നരായ നേതാക്കളെ മോർച്ച, സർവീസ് മോർച്ച ശ്രീ ഹരികുമാർ, മുൻ കാർഷിക സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി ശ്രീ ബാബുലി, മറ്റ് എല്ലാവർക്കും പ്രവർത്തകർ, ഓരോ ബൂത്തിൻ്റെയും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ബൂത്ത് ഇൻചാർജ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളത് 6ാമത്തെ വർഷമാണ് നമ്മളത് കൊടുക്കുന്നത്. ഒരു കൗതുകം പോലെ നമ്മൾ ഒരു 6 വർഷം 2000 വെറുതെ സ്കൂട്ടറിൽ കുറച്ച് അരിയും പയറുമായിട്ടൊക്കെ വീടുകളിലോട്ട് നമ്മൾ പോയിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഞാനാണ് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം അത് സമ്മതിച്ചു. അങ്ങനെ 2000 മുതൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ അരിയൊക്കെ മേടിച്ച് പയറൊക്കെ മേടിച്ച് ദിവസമൊക്കെ മേടിച്ച് നമ്മൾ ഇതുപോലെ കവറിലാക്കിയിട്ട് നമ്മൾ ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വളർന്ന്
നമ്മളെ ഈ പ്രവൃത്തി കണ്ടിട്ട് നമുക്ക് ആൾക്കാർ നമുക്ക് അരി വാങ്ങിച്ചു തരാൻ തുടങ്ങി. സമൂഹത്തിൽ പൈസയുള്ള ആൾക്കാർ. അങ്ങനെ നമ്മളിവിടെ മേടിച്ച് വച്ചിരിക്കുന്ന അരിയെല്ലാം നമ്മൾ മേടിച്ചല്ല, നമുക്ക് ആൾക്കാർ മേടിച്ച് തന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ വെജിറ്റബിൾസും കുറച്ചാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉള്ളത്. ബാക്കി നമ്മുടെ നിരന്തരമായിട്ടുള്ള സമാജത്തിലുള്ള നമ്മുടെ ഇടപെടൽ കാരണം നമുക്ക് ആൾക്കാർ മേടിച്ചു തരികയാണ്. നമ്മൾ ആദ്യം മുട്ടള വാർഡിൽ ഒരുങ്ങി നിന്ന് ചെയ്തു. ആദ്യം ഈ ബൂത്ത് 168 ആ ബൂത്തിൽ മാത്രം ചെയ്തു. പിന്നെ നമ്മൾ മുട്ടള വാർഡും മൊത്തത്തിലായി. ഇപ്പം ഞാൻ മുട്ടളയും കേശവാസൂരും 2 വാർഡിൻ്റെയും പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ ഏരിയ ഇതാണ്. ഇപ്പോൾ കേശവാസൂരും വാർഡും മുട്ടള വാർഡിലും ചേർന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും സർവേ ചെയ്ത് ആർക്കാണ് ഇത് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് എടുത്ത് അവർക്ക് ടോക്കൺ കൊടുത്ത് അതൊക്കെ നമ്മൾ നന്നായിട്ട് സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഈ കിറ്റിൻ്റെ ഒരു ചരിത്രം. നമ്മളിവിടെ എല്ലാ ഓണത്തിനും നമ്മളിത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് 3 കിറ്റ് വെച്ചാണ് കൊടുത്തത്. ഇതിന് അഡീഷൻ ഒരു പായസ കിറ്റ് ഉണ്ടായിരുന്നു. ശ്രീമാൻ കൃഷ്ണകുമാറാണ് അത് വന്നു കൊടുത്തത്. ഇന്നിപ്പോൾ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ശ്രീമതി ഷീലാ മഠമാണ്. ഓണത്തിനെ പറ്റി വളരെ വിപുലമായിട്ടും ഗഗനമായിട്ടും എനിക്ക് മുമ്പ് സംസാരിച്ച ആളും നമ്മൾ കല്ലറ കൊച്ചുകൃഷ്ണ ചേട്ടനും അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടിരുന്നു. അദ്ദേഹം ഒരു ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. കല്ലറ കൊച്ചുകൃഷ്ണപിള്ള എന്നാണ് പേര്. എൻ്റെ ഒരു കലാകാരനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. കല്ലറ കൊച്ചുകൃഷ്ണപിള്ള ആ മുമ്പിരിക്കുന്നുണ്ട്. ഓണത്തിനെ പറ്റി അദ്ദേഹം പാചകം ഓണം ഒരു പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഈ കൃഷിയാണ്. ആ കൃഷിയിൽ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് നെല്ലെല്ലാം വിളഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കാറ്റുണ്ടാവും. ആ കാറ്റിന് ശേഷമാണ് നെല്ലൊക്കെ വിളഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നല്ല ഇപ്പോൾ ഈ ഓണത്തിന് മഴ പെയ്യുന്ന പരിപാടിയൊന്നും അന്നില്ലായിരുന്നു. അന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ടാണ് ഓണം വരുന്നത്. ഇപ്പം മഴയും ഓണമൊക്കെ ഒന്നിച്ച് മിക്സായി കിടക്കുകയാണ്. ഇന്ന് രാവിലെ അതിഭയങ്കര മഴയായിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മുടെ പരിപാടിയൊക്കെ ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഉണ്ടായില്ല. നമുക്കിപ്പോൾ നല്ല ഓണത്തിൻ്റെ ക്ലൈമറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ ഈ ഭക്ഷണത്തിന് ഇതുപോലെ ഇത്ര അരിയൊന്നും പണ്ട് ഒന്നിച്ച് കാണാൻ പറ്റില്ലായിരുന്നു. എല്ലാവർക്കും അരിയിലൊരു പ്രാപ്തി പണ്ടില്ലായിരുന്നു. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് ഈ ഓണം. കൊയ്ത്ത് ഉത്സവമാണ്. ഈ ആഹാരമായിരുന്നു മനുഷ്യൻ്റെ പഴയ ഒരു വലിയ തീവ്ര വികാരം. ഇന്നിപ്പം അങ്ങനെയല്ല. എന്നിട്ട് നാട്ടുമ്പുറങ്ങളൊക്കെ ഇപ്പം പട്ടണമായി. നാട്ടിൻപുറങ്ങൾ പട്ടണമായപ്പോൾ പട്ടണത്തിൻ്റെ ആൾക്കാരുടെ ഒരു രീതി നാട്ടിൻപുറത്തും എത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഓണം ഒരു ഹിന്ദു സിംബൽസ് ഉള്ള ഒരു ഉത്സവം തന്നെയാണ്. ആരെന്ത് പറഞ്ഞിരുന്നാലും ഈ കേരളത്തിൽ ഏറ്റവും വിപുലമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഉത്സവം ഓണം തന്നെയാണ്. ഇത്രയും അധികം മാർക്കറ്റ് നടക്കുന്ന ഒരു ഉത്സവം ഇല്ല. തിരുവനന്തപുരത്ത് ഈ മാർക്കറ്റ് കച്ചവടക്കാർക്ക് ചോദിച്ചാൽ പറയും ഒരു വലിയ സീസൺ ഓണമാണ്, അടുത്ത സീസൺ സ്കൂൾ തുറക്കുന്ന സീസണാണ്, പിന്നെ ഒരു ആറ്റുകാൽ പൊങ്കാല. ഇത് 3 ഈ കച്ചവടക്കാരുടെ ഈ മണി മാർക്കറ്റിൽ ഇറങ്ങുന്ന 3 കാര്യങ്ങൾ. അപ്പം ഓണം ഇപ്പോഴും വളരെ വിപുലമായിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ഈ മാർക്കറ്റ് എക്കോണമിയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിലും ഈ നമ്മൾ മലബാർ ഏരിയയിൽ പോയാൽ ഓണത്തിന് മീൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് എറണാകുളത്ത് പോയാൽ ഓണത്തപ്പനെയും മറ്റും ആരാധിക്കുന്ന അവരെ ഓണപ്പൂവിടലും ഓണത്തപ്പനെ ആരാധിക്കുന്നതും ആ കാര്യങ്ങളുണ്ട്. ആലപ്പുഴ സൈഡിൽ പോയാൽ വള്ളംകളി ഒക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ഈ തെക്കൻ തിരുവനന്തപുരം ആ ഭാഗത്ത് വന്നാൽ ഈ മരത്തിലൊക്കെ അങ്ങനെ പോളിഷാക്കി എണ്ണയൊക്കെ ഒഴിച്ച് തേച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ മരത്തിൽ കയറി പോയി പ്രൈസ് മേടിക്കുന്ന അങ്ങനെ സംഭവങ്ങൾ, കസേര കളി, ഓണപ്പല്ല്, ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തും ഓരോരോ കല ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോരോ ഭാഗത്തും കലയും സംസ്കാരവും ഇതൊക്കെ മനുഷ്യൻ്റെ ഭക്ഷണ പ്രശ്നം കഴിഞ്ഞാൽ മനുഷ്യന് കല വരികയുള്ളൂ, അവൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം പണ്ട് ഈ ഒരു കാർഷിക ഉത്സവം മാത്രം തന്നെയായിരുന്നു ഓണം. അതിന് അനുബന്ധിച്ച് കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വായിക്കുന്നു എഴുതുന്നു, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഈ ഓണത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഈ ഓണത്തിനെ പറ്റി നമ്മൾ ശ്രീലേഖ മേഡം വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. എനിക്ക് മുമ്പ് സംസാരിച്ചവരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഒന്ന്, 10 വർഷം ഭരിച്ച പിണറായി ഗവൺമെൻറ് അവർ അവസാനം
ആ അവസാന കാലത്തിൽ അവർക്കൊരു ബോധോദയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണെന്ന് അവരറിയും. അതിനവർ 9 വർഷം ഉണ്ടായിരുന്നു. 10ാം വർഷമാണ് ഇവിടെ കുടിവെള്ള പ്രശ്നമാണ് ഈ തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇല്ല, കൊച്ചിയിലും അങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവരൊരു 1207 കോടി രൂപ തിരുവനന്തപുരത്തേക്ക് അലോട്ട് ചെയ്തു. 1304 കോടി രൂപ കൊച്ചിക്ക് അലോട്ട് ചെയ്തു. അങ്ങനെ നമുക്കിവിടെ തിരുവനന്തപുരത്ത് ഒരു പുതിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കും. അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് സുലഭമായിട്ട് വെള്ളം കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ഇൻഫ്ലുവൻസൊക്കെ വന്നപ്പോൾ 977 കോടി രൂപ ഈ 1200 കോടി രൂപ എന്ന് ഭാഗം മാറ്റി തിരിച്ചെടുത്തുകൊണ്ട് പോയി കൊച്ചിക്ക് കൊണ്ടുപോയി. കൊച്ചിയിൽ ആണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഈ ആലുവ കേന്ദ്രീകരിച്ച് ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് 1207 കോടിയിൽ നിന്ന് 977 കോടി രൂപ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു. അങ്ങനെയാണ് അവരുടെ ചർച്ച. എന്നിട്ട് ആലപ്പുഴ പിന്നെ ആലുവയിലും ആ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടില്ല. തിരുവനന്തപുരത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് 1207 കോടി രൂപ ഉണ്ടാക്കിയത്. ഈ ടൈപ്പ് വാട്ടർ ആദ്യമായിട്ട് കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് രാജാക്കന്മാരാണ്. അപ്പോൾ അങ്ങിട്ട പൈപ്പാണ് കാലപ്പഴക്കം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനിലും നോക്കിയാൽ വാർത്താ കൊടുപ്പ് കാണാം. ഇന്ന് മറ്റേ മെഡിക്കൽ കോളേജിലെ പൈപ്പ് പൊട്ടി, അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും വെള്ളമില്ല. ഇന്നലെ കുടംകുളത്ത് പൊട്ടി, അതുകൊണ്ട് ആ ഭാഗത്തൊന്നും കാണില്ല എന്നും കാണും. പിന്നെ കറണ്ട് പോകുന്നതിനെ പറ്റി എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനിലും എപ്പോഴും വരുമായിരിക്കും. അതുപോലെ ഈ പഴയ പൈപ്പ് മാറ്റാനും പുതിയൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കി കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി കൂടുതൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1207 കോടി രൂപ അനുവദിച്ചതും അതിൽ 977 കോടി രൂപ അവിടെ നിന്ന് മാറ്റി കൊച്ചിക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞു പുതിയ സർക്കാർ വന്നപ്പം പഴയതെല്ലാം അങ്ങ് പോയി. എപ്പോഴും ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ പൈപ്പ് മാറ്റാൻ വേണ്ടി മാത്രം 37 കോടി രൂപ ചിലവാക്കാം. പിന്നെ നമുക്ക് 72 MLD ഒരു പമ്പിങ് സ്റ്റേഷനുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് 10 MLD കൂട്ടി 82 MLD ആക്കാം. പിന്നെ 74 MLD വേറൊരു പമ്പിങ് സ്റ്റേഷനുണ്ട്, അത് പ്യൂരിഫൈ ചെയ്ത് പമ്പ് ചെയ്യുന്ന അവിടെയും ഒരു 10 MLD കൂട്ടാം. അങ്ങനെ 20 MLD 2 പ്രൊജക്റ്റിനായിട്ട് കൂട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള പൈസയ്ക്ക് നമുക്ക് പഴയ പൈപ്പ് മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഇത് 146 MLD ആണ് തിരുവനന്തപുരത്തിന് മൊത്തം ഇപ്പോൾ പമ്പിങ് ആയിട്ട് നമുക്ക് വെള്ളം വരുന്നത്. നമുക്ക് 400 MLD ആണ് നമുക്ക് ആവശ്യം, പക്ഷേ കിട്ടുന്നത് 146 MLD ആണ്. അതിൽ 20 MLD കൂടുമ്പോൾ അത് 166 MLD ആവും. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം. ഇത് മനസ്സിലാക്കാൻ അവർ 9 വർഷം ഭരിച്ചു. ഈ 10ാം വർഷമാണ് അവർ ചെയ്തത്, എന്നിട്ട് നടന്നിട്ടുമില്ല. ഇതുപോലെ വേറൊരു കാര്യം കൂടെ തിരുവനന്തപുരം പറയാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഈ വിഴിഞ്ഞം വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട വിഴിഞ്ഞം എന്ന് ഇവരാണ് പറയുന്നത്. വിഴിഞ്ഞം വലിയ പ്രോജക്റ്റാണ്, വലിയ ഡെവലപ്മെൻറ്റ് വരും എന്ന് ഇവർ പറയുന്നത്. പക്ഷേ ഇതിന് പാരവെച്ചവരാണ് അവർ. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷനെ ഇളക്കി വിട്ട് ചർച്ചിൻ്റെ സഹായത്തോടു കൂടി ആ പ്രോജക്റ്റിനെ അട്ടിമറി ചെയ്യാൻ, അതായത് കടലിൽ പോകുന്ന തൊഴിലാളികൾ അറിഞ്ഞുകൂടാതെ അവനെ ബാധിയാക്കിയിട്ട് ഇവിടുത്തെ എല്ലാ കോടതിയിലും ഗ്രീൻസിലൊക്കെ കേസ് കൊടുത്തവരാണ് ഇപ്പോൾ പറയുന്നത്. അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം വന്നിട്ട് പറയാണ് വിഴിഞ്ഞം കൊള്ളാം, ഭയങ്കര വരുമാനമായിരിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ അതിൻ്റെ രണ്ടാം സ്റ്റേജ് വരണം. 2ാം സ്റ്റേജിൽ ഫുൾ പൈസ ചിലവാക്കുന്നത് അതിൻ്റെ ഓപ്പറേറ്ററായ അദാനിയാണ്. അത് 10,000 കോടി രൂപ വരും. അയാൾ വളരെ ബുദ്ധിമാനാണ്. അയാൾ എന്ത് ചെയ്തു, അയാളുടെ മറ്റേ വിഴിഞ്ഞത്തിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ 49% നേരത്തെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ഒരു ഡീലുണ്ടാക്കി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരുപാട് കപ്പലൊക്കെ ഉള്ള കണ്ടെയ്നർ ടെർമിനലൊക്കെ ഉള്ള അങ്ങനെയുള്ള കപ്പലുള്ള അവർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിൽക്കുമ്പോൾ അയാൾക്ക് $1.5 ബില്യൺ കിട്ടും. അതായത് $150 കോടി. $150 കോടി ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 13,000 കോടി രൂപ അടുപ്പിച്ച് വരും. 10,000 കോടി അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഉടനെ പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയല്ല, അദാനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിഞ്ഞേ പറ്റുള്ളൂ, ആനയാണ് തുനിയാണെന്ന് പറഞ്ഞു. ഇത് നേരത്തെ സർവേ ചെയ്തപ്പോൾ 100 സീറ്റ് കിട്ടി ഇങ്ങനെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അദാനിയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയത്. അഖിലേന്ത്യാതലത്തിൽ പറയും മോഡി എല്ലാം അദാനിക്ക് വിറ്റു എന്ന് പറയും. അതേസമയം അവർ കൊണ്ട് പ്രാപ്തമാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരുമായിട്ട് അവർ കോൺട്രാക്ട് എത്തിയിരിക്കുകയാണ്. അതുപോലെ വെടിഞ്ഞിട്ടും അവർ ഇത്തരം ഒരു കോൺട്രാക്ട് അവരുമായിട്ട് അദാനിയുമായിട്ട് ഉണ്ടാക്കി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ് എന്നല്ല UDF ഗവൺമെൻറ് വന്നു. അപ്പോൾ അദാനി മുന്നോട്ട് പോവുകയായിരുന്നു അതുമായിട്ട്. അപ്പോൾ UDF അത് സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഹലോ
എന്നിട്ട് ഇപ്പോൾ അദാനി 49% ഓഹരി വിറ്റ് കഴിഞ്ഞു. ഇവരാരുടെയും അംഗീകാരമില്ലാതെ അത് അയാൾ സെയിലാക്കിയിട്ടുണ്ട്. ആ പൈസ കൊണ്ടാണ് അയാൾ രണ്ടാമത്തെ സെക്കൻഡ് ഫേസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ അടുത്ത മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ശ്രീമതി ശ്രീലേഖ മഠത്തിനെ ഞാൻ ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സൂര്യദേവൻ തമ്പി ചേട്ടൻ, പ്രിയപ്പെട്ട ശ്രീ സനൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓണത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് കേട്ട് മടുത്ത് കാണും. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓണം എന്ന് പറയുന്നത് നമ്മളെല്ലാം, മലയാളികളെല്ലാവരും എല്ലാ വർഷവും വളരെ സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, വളരെ എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന ഒരു ദേശീയ നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്. പക്ഷെ മഹാബലി എന്ന് പറയുന്ന രാജാവ് കേരളം ഭരിച്ചിട്ടില്ല. അത് അറിയാമോ? കേരളം ഭരിച്ചിരുന്ന രാജാവാണെന്ന് പറയുമെങ്കിലും കേരളം ഉണ്ടാക്കിയതാരാണ്? പരശുരാമനാണ് കേരളത്തിൻ്റെ സൃഷ്ടാവായിട്ട് കരുതുന്നത്. പക്ഷെ വാമനൻ, പരശുരാമന് ഒരു യുഗം മുമ്പ് അവതാരമെടുത്ത വിഷ്ണു അവതാരമാണ്. വാമനനാണ് മഹാബലിയെ എതിരാളി ആയിട്ട് വന്നത്. മഹാബലിയെ തോൽപ്പിക്കാനായി വിഷ്ണു അവതാരമെടുത്ത മഹാപുരുഷനാണ് വാമനാവതാരം. അപ്പോൾ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയപ്പെടുന്ന മഹാബലി എങ്ങനെ കേരളം ഭരിച്ചു? പരശുരാമനല്ലേ കേരളം ഉണ്ടായത്? ഒരു വലിയ ചോദ്യം കുട്ടിക്കാലത്ത് ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരും ഉത്തരം തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്കറിയാം. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം മഹാബലി എന്ന അസുര ചക്രവർത്തി ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള രണ്ട് ഗണങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ജാതി വ്യവസ്ഥകളോ അതുപോലെ വർണ്ണ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ദേവന്മാരെന്ന് പറയുന്ന കുറേ മനുഷ്യരും വളരെ വെളുത്ത തൊലിയുള്ള മഞ്ഞുമലകളിൽ ജീവിക്കുന്ന, ഹിമാലയ പർവ്വതത്തിൻ്റെ സ്ഥലത്ത് ജീവിക്കുന്ന വളരെ അലസരായിട്ടുള്ള കുറച്ച് ദേവന്മാരും, കഠിന പ്രവർത്തനം ചെയ്യുന്ന, സൂര്യൻ്റെ താപമേറ്റ് വളരെ നല്ല ആരോഗ്യത്തോടുകൂടി, പുഷ്ടിയോടുകൂടി, ശരീരത്തിൻ്റെ ശക്തിയോടുകൂടി ജീവിക്കുന്ന അസുരന്മാര് വിന്ധ്യാപർവ്വതത്തിന് തെക്ക് ഭാഗത്തും, അങ്ങനെ സൂര്യ വെളിച്ചം വരുന്ന സ്ഥലത്തും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ കാലാകാലങ്ങളായിട്ട് ശത്രുതയുണ്ട്. പാലാഴി മഥന സമയം തൊട്ട്, പാലാഴി മതിച്ച് ഓരോന്നായിട്ട് എടുക്കുന്ന സമയം തൊട്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശത്രുതയുണ്ട്. പറയപ്പെടുന്നത് ദേവന്മാർ വിഷ്ണു ഭക്തനാണെന്നും അസുരന്മാർ ശിവഭക്തനാണെന്നുമാണ്. അപ്പോൾ ഈ അസുരന്മാരുടെ ഒരു രാജാക്കന്മാരുടെ ലീനിയേജ് നിങ്ങൾക്കറിയാവോ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിരണ്യകശിപു, അത് കഴിഞ്ഞ് ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ട് പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ മകൻ മഹാബലി, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ടാണ് വരാഹാവതാരം വിഷ്ണു എടുക്കുന്നത് ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ കവർന്നുകൊണ്ടുപോയി അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഹിരണ്യകശിപുവിനെ നശിപ്പിക്കാനായിട്ടാണ് നരസിംഹം അവതാരം എടുക്കുന്നത്. ഹിരണ്യകശിപു വളരെയധികം ശക്തിമാനായി. ഹിരണ്യം എന്നുള്ള വാക്ക് എന്താണെന്നറിയാം? സ്വർണ്ണ ഖനി ഒരുപാടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇവർ താമസിക്കുന്നത്. സ്വർണ്ണ കണ്ണുകളുള്ള ആളായിരുന്നു ഹിരണ്യാക്ഷൻ. സ്വർണത്തിന്റെ നിറമുള്ള കണ്ണുകളുള്ള ഒരു അസുര ചക്രവർത്തി ആയതുകൊണ്ടാണ് ആളെ ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആളുടെ ബ്രദറായിരുന്നു, അനിയനായിരുന്നു ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിനെ വധിക്കാൻ നരസിംഹം അവതാരം എടുത്തതിൻ്റെ കാരണം വിഷ്ണു ഭഗവാനെ തിരിച്ച്, വിഷ്ണു ഭഗവാൻ ആരുമല്ല, നിങ്ങളെല്ലാവരും എന്നെ പൂജിക്കണം എന്ന ഒരു കൽപ്പന ഇറക്കിയത് കൊണ്ട് വിഷ്ണു ഭഗവാൻ ദേവന്മാർക്ക് ദേഷ്യം വന്നു. വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു. അവസാനം നരസിംഹാവതാരം എടുത്തു. പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ സംരക്ഷിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി മാറി എന്നതാണ്. പക്ഷേ പ്രഹ്ലാദന്റെ ചെറുമകനായപ്പോൾ മഹാബലിക്ക് ഒരു ആഗ്രഹം വന്നു. മഹാബലിക്ക് വിന്ധ്യ രാജ്യത്തിലുള്ള ദേവചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വിന്ധ്യരാജന്റെ മകള് വിന്ധ്യാവല്ലിയുമായിട്ട് പ്രണയം തോന്നി. വിന്ധ്യാവല്ലിയോട് പ്രണയിച്ച് ചരിത്രത്തിൽ അല്ലെങ്കിൽ അതേവരെ ഇതിഹാസത്തിലെ പുരാണത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഒരു അസുരനും ഒരു ദേവനും തമ്മിൽ കല്യാണമില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷേ മഹാബലി വിന്ധ്യാവല്ലിയെ കല്യാണം കഴിച്ചു. അതിനുവേണ്ടി ഒരു ചെറിയ യുദ്ധം ജയിച്ചു. അതോടൊപ്പം തന്നെ വലിയ ഒരു യുദ്ധം ഇന്ദ്രന്മാരും അസുരന്മാരും തമ്മിൽ ഉറവെടുത്തു. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ അന്നത്തെ കാലത്തെ ദേവേന്ദ്രൻ തന്നെ നാട് കടത്തപ്പെട്ടു. അങ്ങനെ ഇന്ദ്രകുലം മുഴുവനും മുടിഞ്ഞു. അവരുടെ
പ്രാർത്ഥനയിലാണ് വാമന അവതാരം ജനിക്കുന്നത്. അപ്പം മഹാബലി എന്ന് പറയുന്ന തമ്പുരാൻ ആ സമയത്തോടകം അമരകാണ്ഡകം എന്ന പേരിലുള്ള ഒരു രാജ്യം, ഇത് ചരിത്രം പറയുന്നതാണ്, അത് ശരിക്കും ഉണ്ടായ സംഭവം തന്നെയാണ്. അമരകാണ്ഡകം എന്ന് പറയുന്ന നർമ്മദാ നദിയുടെ തീരത്തുള്ള, അതായത് ഇപ്പോഴത്തെ മധ്യപ്രദേശിന്റെ തീരത്തുള്ള ഒരു വലിയ രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു മഹാബലി. മഹാബലിക്ക് കുറച്ച് അഹങ്കാരം കൂടി. കാരണം ഇപ്പം ഇന്ദ്രസ്ഥാനവും അദ്ദേഹത്തിന് വന്നു, ഇന്ദ്രന്മാരെ തോൽപ്പിച്ചു, നമ്മുടെ അസുര രാജ്യമുണ്ട്, അങ്ങനെ ഭൂമി മൊത്തം തന്റെ കീഴിൽ വന്നതുകൊണ്ട് അത് നിലനിർത്താനായിട്ട് അദ്ദേഹം ഒരു മഹായജ്ഞം നടത്തി നർമ്മദാ തീരത്ത്. ആ മഹായജ്ഞം മുടക്കാനായിട്ടാണ് വാമന അവതാരത്തിനെ പറഞ്ഞു വിടുന്നത്. ഇന്ദ്രനും ദേവന്മാരും പോയി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ച് വാമന അവതാരം എടുത്തു വന്നു. അപ്പൊ ഈ 3 അടി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഈ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു മുനികുമാരനായിട്ടാണ് വാമനൻ വരുന്നത്. കമണ്ഡലവും ഭിക്ഷയും ഒക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന മുനികൾക്ക് ദാനം വരം കൊടുക്കണമല്ലോ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത് ത്രയപാദങ്ങളാണ്. ത്രയപാദം എന്ന് പറഞ്ഞാൽ 3 അടി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ, അതായത് പിന്നീട് വന്ന കഥകൾ അനുസരിച്ച് അത് 3 ചവിട്ടുപടി ആയപ്പോൾ നമ്മൾ പറഞ്ഞ കഥയിൽ ആദ്യത്തെ ചവിട്ടുപടിയിൽ സ്വർഗം, രണ്ടാമത്തെ പടിയിൽ ഭൂമി, മൂന്നാമത്തെ പടി വെക്കാൻ കാലി വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മഹാബലി തല കുനിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ ഭൂമിക്കകത്തല്ലേ മഹാബലി? ഭൂമിയും കൂടെ രണ്ടാമത്തെ അടിയിൽ വെക്കുമ്പോൾ പിന്നെ മഹാബലി അതിനകത്ത് പെടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനായി ഒരു വലിയ റിസർച്ച് ഒക്കെ നടത്തി പുരാണ ഇതിഹാസങ്ങൾ ചരിത്രങ്ങളെല്ലാം പഠിച്ച് ഞാനൊരു പുസ്തകം എഴുതി, ബലിപത്രം. അതിനകത്ത് എനിക്ക് ഉരുത്തിരിഞ്ഞ് വന്ന, അല്ലെങ്കിൽ എന്നോട് മഹാബലി തമ്പുരാൻ തന്നെ വന്നിരുന്ന് പറഞ്ഞതാണ്, ഇത് ചവിട്ടി താഴ്ത്തിയതല്ല. നമ്മൾ പറയും സുതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയതാണെന്ന്. സുതലത്തിലല്ല ഉയർത്തിയത്, ഉപതലം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഭാരതം ഇങ്ങനെ കിടക്കുന്നതിനെ നിൽക്കുകയാണെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഭാരതാംബയെ കാണുന്നത് പോലെ നേരെ നിൽക്കുകയാണ് എങ്കിൽ ഇതിന്റെ ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലുള്ള കൈലാസം അടങ്ങുന്ന സ്ഥലമാണ്, വൈകുണ്ഠമൊക്കെ അടങ്ങുന്ന സ്ഥലമാണ് സ്വർഗലോകം. ഹിമാലയ പർവ്വതത്തിന്റെ താഴെ വിന്ധ്യ പർവ്വതം വരെ കിടക്കുന്ന സ്ഥലമാണ് ദേവലോകം. വിന്ധ്യ പർവ്വതത്തിന്റെ താഴോട്ട് കിടക്കുന്ന സ്ഥലമാണ് അസുരലോകം. ആ അസുരലോകത്തിന്റെ താഴെ കിടക്കുന്നത് ഉപതലം. ആ ഉപതലം എന്ന് പറയുന്നത് ആരും പോയിട്ടില്ലാത്ത കൊടും കാട് പിടിച്ച സ്ഥലമാണ്. അവിടെ എന്താണെന്നറിയില്ല, ഭൂതപ്രേത പിശാചുകൾ വസിക്കുന്ന പാതാളം, ഉപതലം അല്ലെങ്കിൽ പാതാളം എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോ വാമനൻ വന്ന് യാഗം മുടക്കാൻ വേണ്ടി ഭിക്ഷ ചോദിച്ചപ്പോൾ എന്ത് ഭിക്ഷയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ത്രയപാദങ്ങൾ നൽകണം എന്ന് പറഞ്ഞു. എന്താണ് ഈ ത്രയപാദങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു ത്രിപാദ മത്സരമാണ് പറയുന്നത്. ആ മത്സരത്തിൽ വാമനൻ തോറ്റു കഴിഞ്ഞാൽ മഹാബലിക്ക് ത്രിലോകങ്ങളും സ്വന്തമാക്കാം. എന്നാൽ മഹാബലി തോറ്റു കഴിഞ്ഞാൽ മഹാബലി ഇവിടുന്ന് പലായനം ചെയ്ത് പാതാളത്തിലേക്ക് സഞ്ചരിക്കണം. ഇതായിരുന്നു അവസ്ഥ, കണ്ടീഷൻ മത്സരത്തിന്റെ. ആ ത്രയപാദത്തിൽ ആ മത്സരത്തിൽ മഹാബലി തോൽക്കുകയും അത് മഹാബലിയുടെ ഈഗോ, അതായത് ഒരു നമ്മുടെ അകത്തുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഞാനാണ് ഏറ്റവും വലിയവൻ, ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്ത, ആ ഭാവം, അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു വിഷ്ണു ഭഗവാൻ വന്നതും. മഹാബലി അത് മനസ്സിലാക്കി അദ്ദേഹം അമരകാണ്ഡകം വിട്ട് പാതാളം എന്ന് പറയുന്ന കൊടുങ്കാടുകളിലേക്ക് പലായനം ചെയ്തു പോകുമ്പോൾ പുറകെ ഭാര്യയും മക്കളും കൂടെ കുറേ അനുയായികളും കൂടെ പോയിട്ടാണ് ആ പാതാളത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അവിടെയാണ് മഹാബലിപുരം എന്ന് പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം പിന്നീട് ഒരു രാജ്യം ഉണ്ടാക്കി ഭരിച്ചത്. ആ മഹാബലിപുരത്ത് നിന്ന് ഈ മഹാബലിക്ക് വേറൊരു വരവും കൂടെ കിട്ടി. വാമനനുമായി ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൽ തോക്കുമ്പോൾ വാമനൻ പറഞ്ഞു, നീ ചിരഞ്ജീവിയാണ്, നിനക്ക് മരണമില്ല, കാരണം നീ എപ്പോഴും ജീവിക്കും, എപ്പോഴും ആളുകൾ നിന്നെ ഓർക്കും. അതുകൊണ്ട് നിന്റെ ഭരണം എന്ന് എവിടെ പോയാലും അത് വളരെ നല്ല ഒരു ഭരണമായിരിക്കും. അതിന് കാവൽ നിൽക്കാൻ വിഷ്ണു ഭഗവാൻ തന്നെ ഉണ്ടാകും. നിന്റെ രാജ്യത്തിന്റെ കാവൽ വിഷ്ണു ഭഗവാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? മഹാബലി ഭരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം വിഷ്ണു ഭഗവാൻ ചൊരിഞ്ഞുകൊണ്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ എന്ത് നല്ല ഭരണമായിരിക്കും അത്? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊലിഭജനം, മാനവരെല്ലാവരും ഒന്നുപോലെ, അങ്ങനെയുള്ള ഒരു ഭരണം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആർക്കും കാഴ്ചവെക്കാൻ സാധിക്കും. അത് ചെയ്ത് മഹാബലിപുരത്ത് നിന്ന് കൂടുതൽ രാജ്യം വികസിപ്പിക്കാനായി തുനിഞ്ഞപ്പോഴാണ് കേരളം, അടുത്ത അവതാരമായ പരശുരാമൻ കേരളം വന്ന് സൃഷ്ടിച്ചെടുക്കുന്നതും ആ കേരളക്കരയിലേക്ക് മഹാബലി വരുന്നതും. കേരളക്കരയിൽ മഹാബലി ഇല്ലെങ്കിലും മഹാബലിയുടെ പുത്രന്മാർ വന്നിട്ടുണ്ട്. മഹാബലിയുടെ പുത്രൻ ബാണൻ ഉണ്ടാക്കിയതാണ് ബാണാസുര ഡാം എന്ന് പറയുന്നത്. അതിന് ആ പേര് കൊടുത്തിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ബാണൻ അവിടെ വന്ന് തീർച്ചയായിട്ടും ഭരിച്ചിട്ടുണ്ട്.
ബാണന്റെ സന്തതി ചിലപ്പോൾ വേറൊരു മഹാബലി ഉണ്ടായിരിക്കും. ബാണന്റെ മകൻ അദ്ദേഹം മാവേലിക്കരയിൽ വന്ന് മഹാബലിക്കര എന്ന ഒരു സ്ഥലത്ത് കൊട്ടാരമൊക്കെ പണിത് അവിടെ നിന്നും ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ മഹാബലി ഇങ്ങനെ വന്ന് ഭരിച്ചപ്പോൾ പിൻതലമുറക്കാർ അല്ലെങ്കിൽ ഒരു രാജാവ് വരുന്നതിന്റെ കൂടെ ചരിത്രവും വരും. പിൻതലമുറക്കാരാണ് ഈ ചരിത്രം പാടി പകർന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മധ്യപ്രദേശിലോ മറ്റൊരു സ്ഥലത്തോ മഹാബലിയെ പറ്റി അറിയാത്തതും ഒരു ഉത്സവമായിട്ട് കൊണ്ടാടാത്തതും. അവരിപ്പോഴും ഇന്നത്തെ ദിവസം മറ്റന്നാളത്തെ തിരുവോണ ദിവസം കൊണ്ടാടുന്നത് വാമന ദിനമായിട്ടാണ്. വാമനനെ പ്രകീർത്തിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ആ ദിനം കൊണ്ടാടുന്നത്. കാരണം മഹാബലിയെ കുറിച്ചുള്ള അറിവ് അവർക്ക് കുറവാണ്. മഹാബലിയെ കുറിച്ച് കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ യുദ്ധത്തിന് ശേഷം രാജ്യഭരണം എങ്ങനെ നല്ലതാക്കണം എന്ന് പഠിക്കാനായിട്ട് പോയപ്പോൾ മഹാബലിയെ തിരക്കി പോയി എന്നും അനുഗമിച്ചത് ശ്രീകൃഷ്ണനാണെന്നും മഹാബലി തമ്പുരാൻ യുധിഷ്ഠിരന് കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നും. അത് ചിലപ്പോൾ കേരളത്തിലായിരുന്നിരിക്കും, നമുക്കറിയില്ല. അതാണ് സുതലം എന്ന് പറയുന്നത്. അപ്പൊ കേരളവും സുതലവും ഒക്കെ പാതാളവും ഒക്കെ ഒന്ന് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം, ലോകത്ത് ഒരിടത്തും ഇല്ലാതെ നമ്മൾ ഇപ്പോഴും മഹാബലി എന്ന് പറയുന്ന ആ നല്ല അസുര ചക്രവർത്തിയെ സത്ഭരണം കാഴ്ചവെച്ച എല്ലാ നന്മകളും രാജ്യത്ത് കൊണ്ടുവന്ന ഒരു വലിയ ചക്രവർത്തിയെ നമ്മൾ ഇപ്പോഴും എല്ലാ വർഷവും ആഘോഷിക്കുന്നു, ഓർക്കുന്നു, വരവേൽക്കുന്നു. നമ്മൾ അതിൻ്റെ പേരിൽ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒത്തുകൂടുന്നു, ഉല്ലസിക്കുന്നു, സമ്പൽ സമൃദ്ധി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ചടങ്ങ്. കാരണം ഓണം തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരുമായി നമ്മുടെ എല്ലാം പങ്കുവെക്കുക എന്നുള്ളതാണ്, പങ്കുവെക്കൽ എന്നതാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് ഉള്ളവർ നൽകുക, അങ്ങനെ ഓണം സമൃദ്ധിയായി കൊണ്ടാടുക. അപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ആർക്കാണ് ഇല്ലാത്തതെന്ന് അറിയാനായിട്ട് യാതൊരു വഴിയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണ്ഡലം പ്രസിഡന്റുമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഇല്ലാത്തവരെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ആർക്കാണിത് അർഹതപ്പെട്ടത് എന്ന് കണ്ടുപിടിച്ച് അവർക്കായിട്ട് തിരുവോണത്തിനുള്ള ഓണക്കിറ്റുകളും സാമഗ്രികളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത്. എന്തൊരു മഹത്തരമായ ദാനകർമ്മമാണിത്. ഏത് മഹാബലി തമ്പുരാനാണ് സന്തോഷിക്കാത്തത്, സംതൃപ്തി അടയാത്തത്? നമ്മുടെ ഭാരതത്തിൽ ഒരു മഹാബലി തമ്പുരാനുണ്ട്, അറിയാമോ? കുറച്ച് നാളായിട്ട് 12 വർഷത്തിലേറെയായിട്ട് ഭരിക്കുന്നു ഭാരതം, നരേന്ദ്രമോദിജി. അദ്ദേഹം മഹാബലി തമ്പുരാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഭരണം പക്ഷേ കേരളത്തിന് ഇനിയെപ്പോൾ വരുന്ന നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ നടക്കുന്ന ഭരണം നേരത്തെ നിങ്ങൾ കേട്ടല്ലോ പറയുന്നത്, 10 വർഷമായിട്ടുള്ള വളരെ ദുഷ്ഭരണം. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭരണം. ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രിയൊക്കെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇവര് കഴിഞ്ഞ സർക്കാരിന്റെ അതേ തുടർഭരണം നടത്തുകയും അതുപോലെ തന്നെ ഇപ്പൊ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾക്ക് ഓണാഘോഷിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ ചിലരെ കേസിൽ കുടുക്കിയ ആൾക്കാർ അതുപോലെ തന്നെ തുടർന്ന് ചെയ്യുന്നു. അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതാണ്. നമ്മൾ നാരങ്ങാനം പഞ്ചായത്തിലും ഒക്കെ കണ്ടത് അതാണ്. രണ്ടുപേരും കൂടെ ചേർന്ന്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്ന് BJPയെ ഇറക്കി താഴെ ഇടാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്, ഒന്നാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഒരു ഭരണം മാറി നമുക്കൊരു മാവേലി തമ്പുരാൻ താമസിയാതെ വരട്ടെ എന്നുള്ള പ്രത്യാശയോട് കൂടി BJPയുടെ ഭരണം 2029 വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയ നിലവിൽ വരാൻ പോകുന്നു. ആ സമയം നിയമസഭാ ഇലക്ഷനും കൂടി ലോക്സഭാ ഇലക്ഷനോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷത്തെ ഇന്ത്യ ഭരണം മാറി BJPയുടെ ഒരു ഭരണം കേരളത്തിൽ വന്നാൽ നമുക്ക് മാവേലി തമ്പുരാനെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. മാവേലി തമ്പുരാന്റെ ഒരു ഭരണം ഇവിടെ കേരളത്തിൽ വരാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഐശ്വര്യപ്രദമായ, സന്തോഷം നിറഞ്ഞ, നന്മ നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ നന്ദി. അടുത്തതായിട്ട് ശീലേഖ മാഡം ഓണം കിറ്റ് കൊടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യും. നമ്പർ 1 സജു 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 കുഞ്ഞുമോൻ സജു ഉണ്ട്. അതല്ല വെജിറ്റബിൾ ഒരു വെജിറ്റബിൾ
ഷാജഹാൻ ഷാജഹാൻ കുഞ്ഞുമോൻ 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 പെട്ടെന്ന് വരാൻ പറയും. അവർക്ക് അറിഞ്ഞൂടല്ലോ. ഷാജഹാൻ ഷാജഹാൻ അയ്യോ, ഇത് വാങ്ങിച്ചോളൂ. ഒന്ന് മാറി ഹാപ്പി ഓണം. ഷാജഹാൻ ധർമ്മരാജൻ ധർമ്മരാജൻ ഹാപ്പി ഓണം. ധർമ്മരാജൻ രാജേഷ് അത് രണ്ടും ഒന്നല്ലേ? രണ്ടെണ്ണം രാജേഷും ധർമ്മരാജനും മോള് പിടിക്കുമോ ഇത്? ലത ഹാപ്പി ഓണം. 6 ടോക്കൺ നമ്പർ 6 ലത 7 ബിനു ബിനു 7 ബിനു ഇത് ബിന്ദുവാ ടോക്കൺ നമ്പർ 12 രാജു കൊടുത്തോ 12 രാജു ഇല്ല 13 സുധാകരൻ ഉണ്ടോ സുധാകരൻ 13 വാ വാ അവളെ വിളി 14 രാജു 14 രാജു ഉണ്ടോ 15 പത്മിനി 15 പത്മിനി ഇല്ല 16 ലളിത 16 ലളിത ഇല്ല ഇല്ല 17 സനൽ 17 ടോക്കൺ നമ്പർ 17 സനൽ എവിടെ ടിക്കറ്റ് ആണ് 18 വിജയൻ 19 ഗോപൻ ടോക്കൺ നമ്പർ 20 സോമൻ സോമൻ ഉണ്ട് ഇല്ലേ ഇരുപത്തൊന്ന് സനൽ സംഘം സനൽ സനൽ അയ്യപ്പൻ നായർ ടോക്കൺ നമ്പർ 22 അയ്യപ്പൻ നായർ ടോക്കൺ വാങ്ങിക്കേ ടോക്കൺ 23 മോഹനൻ നായർ എല്ലാരും ടോക്കൺ എടുത്ത് കയ്യിൽ വെച്ചോണ്ടേ ടോക്കൺ 24 ടോക്കൺ നമ്പർ 24 അജിത കുമാരി 24 25 അനിതകുമാരി അജിതകുമാരി ലാലി രണ്ടെണ്ണം ഉണ്ടോ അവർക്ക്
ലാലി ടോക്കൺ കൊടുത്താ? ലാലിക്ക് 26. 27 ചന്ദ്രൻ. 9 ചന്ദ്രന് അത് വേണ്ട. തമ്പി 29 ശ്രീകുമാർ. 29 ഇല്ലേ? 30 തങ്കച്ചൻ ഇല്ല. 31 ലീല 31. മുപ്പത്തിരണ്ട് സുരേഷ്. ഉണ്ടോ? സുരേഷ്. 33 അരുൺ. 34 മധുകുമാർ. അല്ല 35 രാജലക്ഷ്മി. 36 ദിലീപ് 36. 37 ജയ. 38 സുരേഷ്. ഗീത കൊണ്ടുകൂടെ നിന്റെ ഇരിക്കല്ലേ, മാറ്റി വെച്ചടാ. സുരേഷ് പാചക ഇത് ഇങ്ങോട്ട് വെച്ചടാ. 39 മായ. ആരാ എന്തോ. 40 ഗീത. 41 വിക്രമൻ. 42 ബൈജു ഉണ്ടോ? 43 അശോകുമാരി. 44 ആദി. 43 അശോകുമാരി. അത് കൊടുത്ത് ടോക്കൺ മാറി. ആദിക്ക് കൊടുത്ത 45 ഉഷ. 48 ഉഷ. ഉഷ. 49 ഉദയകുമാർ. 50
50 സുധാകുമാരി. 51 ബിനു. 51 ബിനു എന്നാണ് ഇട്ടേക്കുന്നത്. സാർ എഴുതിയതാണ്. 51 ബിന്ദു. 52 ജയന്തി. വന്നില്ല. ല- 53 ലളിതമ്മ മടത്തുവീട്. മടത്തുവീട്. അടുത്ത സേതുലക്ഷ്മി കുന്നംപുറം. സുനി കുന്നംപുറം. ജലജ കുന്നംപുറം. ഇല്ല, അതൊക്കെ കാണില്ല. ടോക്കൺ നമ്പർ 58 ഷീജ ഇലങ്ങംവിള. ടോക്കൺ നമ്പർ 59 സന്തോഷ്. അവിടെ കൊടുത്തു. ടോക്കൺ നമ്പർ 60 ശശി. വനജ കുന്നംപുറം. 61 ഗിരിജ. 62 ചന്ദ്രമോഹനൻ വ്യാസനഗർ. 63 ശിശുപാലൻ. ഉണ്ടോ? അവിടെ 64 വിനോദ്. ഉണ്ടോ? വിനോദ്. 65 അജിത. 66 രാജു. ടോക്കൺ അവിടെ. 67 മഞ്ജു പാറയിൽ. 68 സജി പാറയിൽ. മഞ്ജു 68 വിളിച്ചത്. സജി പാറയിൽ. ആ 68
ഇതിന്റെ ഇടയിൽ ചന്ദ്രൻ വന്നില്ലല്ലോ. ആ പക്ഷെ ഇതിനകത്ത് മാറ്റാം. ഉള്ളത് കൂട് 69 ശശികല കൊടുക്കണം. 69 ശശികല. ശശികല 71 കുമാരിയാണ് ഇവിടെ. 70 രാജലക്ഷ്മി. ഓ 71 കുമാരി. ആ എന്താ ഇരിക്കുന്നത് അവിടെ ഉറങ്ങിപ്പോയി. ഉണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. 72 രഘുനാഥൻ. എഴുപത്തിമൂന്ന് ലീല. വേണ്ട മോൻ. 74 തുളസി. 74 തുളസി. ആര്? മധുകുമാർ. രാധാകൃഷ്ണൻ. 76 സൂര്യസായി. 76 അവരായിരിക്കും 76 സൂര്യസായി. 77 കനിമൊഴി. ദോ വരുന്നു. 78 ദിലീപ് കുമാർ. ലാലു ആണോ? ദിലീപ് കുമാർ വന്നില്ലേ? ഒന്നില്ല. 79 മോഹനൻ. 79 മോഹനൻ. 81 ശ്രീകണ്ഠൻ. 83 പ്രദീപ് കേശവദാസപുരം. 82 ഇല്ല. ആരെ പേരുമില്ല. വേണ്ട വെറുതെ ഇട്ടേക്കുന്നു. പേരെന്തോ വന്നില്ല. പേര് വന്നില്ല. വിളിച്ചവർ കൊടുക്കട്ടെ. ഇല്ല ഇനിയുണ്ട്. 84 രമ. 84 അവിടുത്തെ ചന്ദ്രബാബുണ്ട്. ആതിര അടുത്തത്.
25 ആതിര. നമുക്ക് ഇവിടെ വരാത്തവരെ പോട്ടെ, വന്നവരെ എഴുതാം. അവിടെ കൊടുക്കും.